അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഒരു കുഞ്ഞു ഈദ് വ്ലോഗാണ് കേട്ടോ. അതിനു മുൻപ് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഈദ് മുബാറക്. സോറി ഗായ്സ്, നമ്മൾ ഈ വ്ലോഗ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. എന്താണെന്ന് വെച്ചാൽ ഈദ് കഴിഞ്ഞ പാടെ നല്ല പനിയും ചുമയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വോയിസ് ഓവർ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കുറച്ച് മാറിയതിന് ശേഷമാണ് കേട്ടോ ഒപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഈദിൻ്റെ തലേ ദിവസം രാത്രി ഞാനും ഇക്കയും കൂടെ പർച്ചേസിങ്ങിനായിട്ട് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ഈദിൻ്റെ തലേ ദിവസം ഫാൻസിയിൽ എന്തായാലും ഒന്ന് പോകേണ്ടി വരും അല്ലേ. വീട്ടിൽ മക്കൾസൊക്കെ കാത്തിരിക്കുന്നതുകൊണ്ട് തന്നെ വരുന്ന വഴിക്ക് ഇക്ക കുറച്ച് പടകം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, നമ്മളെല്ലാവരും കിടക്കാൻ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ലേറ്റായി കിടന്നാലും പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരും നേരത്തെ തന്നെ എണീക്കും. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇത്ര പെട്ടെന്ന് റെഡിയാവാൻ കാരണം നമ്മൾ തലേ ദിവസം ഒത്തിരി മെനക്കെട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം നമ്മൾ ബിരിയാണിക്കുള്ള വെജീസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്നാക്സ് ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം രാവിലെ എടുത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് സ്നാക്സ് ഐറ്റംസ് ഒന്നും നമ്മൾ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടില്ല. പഴം നിറച്ചും സമൂസയും മാത്രമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ചട്ടിപ്പത്തിരി അനിയൻ്റെ വൈഫ് കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പണിയും കഴിയുമല്ലോ. പിന്നെ നമ്മുടെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ട്. അതുപോലെ എൻ്റെ സ്പെഷ്യൽ തട്ടുകട സ്റ്റൈലുള്ള കാട ഫ്രൈ ഉണ്ട്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൈസി റെഡിയായി വന്നിട്ടുണ്ട്. പുറത്ത് റയാനും സയാനും വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നസലിനോട് ഞാൻ ഒത്തിരി പറഞ്ഞു വീഡിയോ എടുക്കാമെന്ന്, പക്ഷെ അവന് സമ്മതിച്ചില്ല കേട്ടോ. അവർ പോയതിന് ശേഷം ദിയക്കുട്ടിനെയും നേക്കുട്ടിനെയും വിളിച്ചു നിർത്തി അവർക്ക് കുളിച്ച് മാറ്റാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. ഇതാണ് അവർക്ക് കുളിച്ചിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. റൂം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 3 പേരും കൂടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരെയും വിളിച്ച് ഈദ് മുബാറക്കൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഏതാണ്ട് സമയം 2:30-3 മണി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ടേബിളിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വെറുതെ ഒന്ന് ലിവിങ് റൂമിലോട്ട് പോയതായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ട് ചാച്ചനും മക്കൾസും കൂടെ ഗെയിം കളിക്കുന്നു. അവരെല്ലാവരും കാര്യമായിട്ടുള്ള കളിയിലാണ്. നമ്മൾ അവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ഏതാണ്ട് സമയം ഒരു 4:30 ആയിട്ടുണ്ടാവും. നമ്മൾ അലക്കി വെച്ച ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാനും ഇക്കയും മക്കൾസും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. നമ്മളെല്ലാ പെരുന്നാളിനും ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ച് എൻ്റെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് നമ്മൾ 2ാം പെരുന്നാളിനൊക്കെയാണ് പുറത്ത് പോവുക. ഫസ്റ്റത്തെ പെരുന്നാളിന് പുറത്ത് പോവാന്ന് പറയുമ്പം ഇക്ക പറയും നല്ല തിരക്കായിരിക്കും, ബീച്ചിലാണെങ്കിലും മാളിലൊക്കെ ആണെങ്കിലും നല്ല തിരക്കായിരിക്കും, അപ്പോൾ പോയിട്ട് ഒരു കാര്യമില്ല എന്ന് പറയും. അതുകൊണ്ട് തന്നെ നമ്മൾ 2ാം പെരുന്നാളിനും 3ാം പെരുന്നാളിനും ഒക്കെ പുറത്തോട്ട് പോകാറുള്ളത്. ഇനിയിപ്പോൾ ഇതാ ദിയക്കുട്ടിനെയും നെയ്ക്കുട്ടിനെയും ഒക്കെ മാറ്റി കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ പെരുന്നാളിൻ്റെ അന്നത്തെ ഒരുപാട് വീഡിയോസ് ആഡ് ചെയ്യണമെന്ന് കരുതിയതാണ്. പക്ഷെ പറ്റിയിട്ടില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അതുപോലെ വോയിസ് ഓവർ കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള കാര്യം തന്നെയാണ്. അത് നമ്മൾ ചെയ്യുമ്പോഴേ നമുക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ലോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.